ഇന്നിപ്പോൾ അയാൾ വിരമിച്ചു എന്ന് കേൾക്കുമ്പോൾ ഇയാൾ ഇനിയും വിരമിച്ചില്ലേ എന്ന് ചോദിക്കുന്നവർ ഒരുപാടുണ്ട്. പക്ഷേ അവർ പോലും മറന്നുപോകുന്ന ഒരു കാലം അയാൾക്കുണ്ട്. പേസ് ബോളർമാർ തീത്തുപ്പുന്ന കഠിനമായ പിച്ചുകളിൽ ഇന്ത്യയുടെ മുൻനിര വിക്കറ്റുകൾ ചീട്ടുകൊട്ടാരം പോലെ തകരുമ്പോൾ അവിടെ ഒരു പാറ പോലെ കൊടുങ്കാറ്റിലും കുലുങ്ങാതെ ഉറച്ചു നിന്നൊരു രൂപമുണ്ടായിരുന്നു. ക്യാമറ വെളിച്ചങ്ങൾ അധികം പതിയാത്ത മൂലകളിൽ ശാന്തമായി പുഞ്ചിരിച്ചു നിൽക്കുന്ന അജിങ്ക്യ മധുകർ രഹാനെ. 2026 ജൂലൈ 30 ഒരൊറ്റ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ തൻ്റെ ശാന്തമായ ശൈലിയിൽ തന്നെ അയാൾ വിടവാങ്ങലും നടത്തി. അധികമാരും അയാളുടെ വിടവാങ്ങൽ സ്റ്റാറ്റസുകൾ വെച്ചില്ല, വിലാപകാവ്യങ്ങൾ രചിച്ചതുമില്ല. ഇന്ത്യൻ ക്രിക്കറ്റിന് ആരാണ് അജിങ്ക്യ രഹാനെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അയാൾ കാലം തെറ്റി പിറന്നവനായിരുന്നു. 2020യുടെ ആർപ്പുവിളികളും സോഷ്യൽ മീഡിയ ഹൈപ്പുകളും ക്രിക്കറ്റിനെ അടിമുടി മാറ്റിയ ഒരു ആധുനിക യുഗത്തിലാണ് അയാൾ ബാറ്റെടുത്തത്. പക്ഷേ അയാളുടെ രക്തത്തിൽ ഓടിയിരുന്നത് മുംബൈ സ്കൂൾ ഓഫ് ക്രിക്കറ്റിൻ്റെ ക്ലാസിക് പാരമ്പര്യമായിരുന്നു. വിനയപുരസ്സരം റൺസ് അടിക്കുക, ജെന്റിൽമെൻ ഗെയിമിന് പേരുദോഷം വരുത്താതിരിക്കുക, ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുക. അതിലപ്പുറം അയാൾ ഒന്നും ചെയ്തില്ല. സ്ട്രൈക്ക് റേറ്റിൻ്റെയും സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൻ്റെയും കണക്കുകൾ വെച്ച് ഒരു കളിക്കാരൻ്റെ മൂല്യം അളക്കുന്ന കാലത്ത് രഹാനെ അതിനൊരു അപവാദമായിരുന്നു. മുംബൈയിലെ പ്രഭാതങ്ങളിൽ കിറ്റ് ബാഗും തൊഴിലേറ്റ് ലോക്കൽ ട്രെയിനുകളുടെ തിരക്കിലേക്ക് അച്ഛൻ്റെ കൈപിടിച്ച് കയറിയ 9-കാരൻ പയ്യൻ. അന്ന് അവൻ്റെ കണ്ണുകളിൽ ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയുടെ ആ നീലക്കുപ്പായം ഒരു തവണയെങ്കിലും അണിയണം. ആ സ്വപ്നത്തിലേക്ക് അതിവേഗം തന്നെ അയാൾ നടന്നെത്തി. പക്ഷേ അയാൾ പ്രതീക്ഷിച്ച ലെവലിലേക്ക് ഒരിക്കലും ഉയർന്നില്ല. ടെസ്റ്റ് ടീമിലാണ് അല്പമെങ്കിലും പേര് പതിപ്പിച്ചത്. ഒരിക്കൽ ഒരു അഭിമുഖത്തിനിടെ രഹാനെയോട് മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ആഭ്യന്തര ക്രിക്കറ്റിൽ ഇത്രയും റൺസ് അടിച്ചിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ വാർത്തകളിൽ ഇടം പിടിക്കാത്തത്? അതിന് ശാന്തമായി തന്നെ രഹാനെ ഒരു മറുപടി നൽകുന്നുണ്ട്. ചിലർ എന്നോട് പറയും സംസാരിക്കണം, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണമെല്ലാമെന്ന്. എനിക്കങ്ങനെ ഒരു PR ടീമൊന്നുമില്ല. എൻ്റെ ബാറ്റിങ്ങും ഞാൻ ഗ്രൗണ്ടിൽ കളിക്കുന്ന ക്രിക്കറ്റും മാത്രമാണ് എൻ്റെ PR. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കളിയിലൂടെ തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ്. 2014 ഡർബൻ ടെസ്റ്റ് ഓർമ്മയില്ലേ? ആ കഠിനമായ സൗത്ത് ആഫ്രിക്കൻ പിച്ചിൽ സ്റ്റെയിനും മോർക്കലും പന്തുകൊണ്ട് ഭയം വിതച്ചപ്പോൾ അയാൾ പൊരുതി നേടിയ നിർണായക ഇന്നിങ്സ്. മറ്റൊന്ന് വെല്ലിംഗ്ടണിൽ ന്യൂസിലാൻഡിനെതിരെ നേടിയ കന്നി ടെസ്റ്റ് സെഞ്ചുറി. അതിനെല്ലാം ഉപരി ക്രിക്കറ്റിൻ്റെ മക്കയായ ലോർഡ്സിൻ്റെ മണ്ണിൽ ഇംഗ്ലീഷ് സ്വിംഗ് ബോളിങ്ങിനെ നേരിട്ട് നേടിയ ആ 103 റൺസ്. 28 വർഷങ്ങൾക്ക് ശേഷം ലോർഡ്സിൽ ഇന്ത്യൻ പതാക പാറിപ്പറന്നപ്പോൾ ആ ചരിത്ര വിജയത്തിൻ്റെ അടിത്തറ രഹാനെയുടെ ബാറ്റ് കൊണ്ട് കൊത്തിയെടുത്തതായിരുന്നു. ഹോം ട്രാക്ക് പുള്ളി എന്ന പേര് അയാൾക്ക് ഒട്ടും ചേരില്ലായിരുന്നു. മെൽബണിലും കൊളംബോയിലും ഡൽഹിയിലും ടീം ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമെന്ന നിർണായക നിമിഷങ്ങളിൽ അയാൾ അവതരിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു ദിവസം അയാൾക്കായും കുറിക്കപ്പെട്ടിരുന്നു. 2020-21 ആ ചരിത്രപ്രസിദ്ധമായ ബോർഡർ ഗവാസ്കർ ട്രോഫി എങ്ങനെ മറക്കാൻ? അഡ്ലൈഡിലെ ആദ്യ ടെസ്റ്റിൽ വെറും 36 റൺസിന് ഓളൗട്ടായി നാണം കെട്ട് നിൽക്കുന്ന ടീം ഇന്ത്യ. പിന്നാലെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങുന്നു. ഇന്ത്യയുടെ പ്രധാന പേസ് ബോളർമാർ ഓരോരുത്തരായി പരിക്കേറ്റ് പുറത്ത്. നെറ്റ് ബോളർമാരായി കൂടെ കൂട്ടിയ നടരാജനും നവദീപ് സൈനിയും വരെ ടീമിൽ ഇടം പിടിച്ചു. ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ ഇന്ത്യയെ അപമാനിച്ചു ചിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് വലിയൊരു അപമാനം മുന്നിൽ കണ്ട ദിവസങ്ങൾ. അട്ടഹസിക്കുന്ന ഓസീസ് പേസർമാർക്ക് മുന്നിൽ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത രഹാനെയെ നോക്കി എല്ലാവരും സഹതാപത്തോടെ ചിരിച്ചു. പക്ഷേ അവിടെ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും വലിയ ഹീറോയിക് മൊമെൻറ്റുകളൊന്ന് സംഭവിക്കുകയാണ്. അജിങ്ക്യ എന്നാൽ അജയ്യനെന്നും തോൽപ്പിക്കാൻ ആകാത്തവനെന്നും തെളിയിച്ച ദിവസം. 2ാം ടെസ്റ്റിന് വേദിയാകുന്നത് മെൽബൺ. ഐക്കോണിക്കായ ബോക്സിംഗ് ഡേ ടെസ്റ്റ്. ഓവർ കോൺഫിഡൻസിൽ വന്ന ഓസീസ് ബോളർമാരുടെ ഇടയിലേക്ക് ക്യാപ്റ്റൻ കുപ്പായമണിഞ്ഞ് രഹാനെ നടന്നിറങ്ങി. പൊരുതാൻ ഉറച്ചായിരുന്നു അയാളുടെ നിൽപ്പ്. അയാൾ അന്ന് നേടിയ സെഞ്ചുറി തകർന്നടിഞ്ഞൊരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ വീണ്ടെടുപ്പായിരുന്നു. നിരന്തര പരിക്കുകളുള്ള ഒരു ടീമിനെ ഉടലിനെ പൊള്ളിക്കുന്ന ഓസീസ് പിച്ചുകളിൽ നയിക്കുക എന്ന ജോലിയായിരുന്നു അയാൾക്ക് ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷേ ഓസീസിൻ്റെ പ്രൊഫഷണലിസത്തിന് മുന്നിൽ അയാൾ ഒട്ടും തലകുനിച്ചില്ല. ചുവന്ന പന്തിനെ അടിച്ചിനിയും പദം വന്നിട്ടില്ലാത്ത ഒരു പറ്റം യുവതാരങ്ങളെയും കൊണ്ട് സിഡ്നിയിലും ഗാബയിലും അയാൾ പോർമുഖം തുറന്നു. ഒടുവിൽ ഗാബയിൽ ചരിത്രജയം ഇന്ത്യൻ യുവതിനെ നേടിയെടുത്തപ്പോൾ ക്യാപ്റ്റൻ രഹാനെ ഒരു രാജ്യത്തിൻ്റെ മൊത്തം ഹീറോയായി. നെവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് ഇന്ത്യൻസ് എന്ന് ഓസീസ് കോച്ച് ജസ്റ്റിൻ ലാംഗർക്ക് പോലും പറയേണ്ടി വന്നു. വിജയത്തിന് ശേഷം നാട്ടിലെത്തിയ രഹാനെയെ എല്ലാവരും പൂമാലയിട്ടാണ് സ്വീകരിച്ചത്. ആ പരമ്പരയിൽ ഉടനീളം ഓസീസ് ഇന്ത്യയോട് ഹൈ അഗ്രസീവായാണ് പെരുമാറിയത്. പോരാത്തതിന് ഗാലറിയിൽ നിന്നും വംശീയ അധിക്ഷേപങ്ങളും നേരിട്ടു. എന്നിട്ടും സ്വീകരണ ചടങ്ങിനിടെ കങ്കാരുവിൻ്റെ ചിത്രം പതിപ്പിച്ച കേക്ക് മുറിക്കാൻ വിസമ്മതിച്ച് രഹാനെ പിന്നെയും ജയിച്ചു. ഒരുപക്ഷേ ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് നായകനായി അയാളെ പലരും കരുതിയിരുന്നു. 6 ടെസ്റ്റുകളിൽ ഇന്ത്യയെ നയിച്ചു. 4 ജയം, 2 സമനില, 0 തോൽവി. തോൽവിയറിയാത്ത ക്യാപ്റ്റൻ. പക്ഷേ അപ്രതീക്ഷിതമായി ഫോമില്ലായ അയാളെ ചതിച്ചു. തുടർച്ചയായ മത്സരങ്ങളിൽ വലിയ സ്കോറുകൾ കണ്ടെത്താനായില്ല. ആരാധകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും പ്രതീക്ഷകൾക്കൊത്ത് അയാൾ ഉയർന്നില്ല. റൺസ് വരാതായതോടെ വിമർശനങ്ങൾ കടുത്തു. അതോടെ ടീമിൽ നിന്നും പുറത്തായി.
പിന്നാലെ മുംബൈയുടെ രഞ്ജി ടീമിലേക്ക് മടങ്ങിപ്പോയി കഠിനാധ്വാനം ചെയ്തു. വീണ്ടും സെഞ്ചുറികൾ അടിച്ചു. 2023 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ടീമിലേക്ക് തിരിച്ചെത്തി. ടീമിലെ മറ്റെല്ലാവരും പരാജയപ്പെട്ടപ്പോഴും ഇന്ത്യയുടെ ടോപ്പ് സ്കോറായി മാറിയതും അതേ രഹാന തന്നെയായിരുന്നു. ടെസ്റ്റ് ബാറ്റർ എന്ന് ലോകം മുദ്രകുത്തിയ രഹാനയുടെ IPL യാത്രയും ഒരു സിനിമാ കഥ പോലെ നാടകീയമായിരുന്നു. പരാജയങ്ങളും വമ്പൻ തിരിച്ചുവരവുകളും മാസ് അവതാരങ്ങളും നിറഞ്ഞു നിന്ന വിചിത്രമായ യാത്ര. തുടക്കത്തിൽ രാജസ്ഥാൻ റോയൽസിൽ രാഹുൽ ദ്രാവിഡിൻ്റെയും ഷെയ്ൻ വോണിൻ്റെയും ശിക്ഷണത്തിൽ വളർന്ന രഹാനെ പിന്നീട് പല മത്സരങ്ങളിലും വരവറിയിച്ചു. 2012 RCBക്കെതിരെ അടിച്ചെടുത്ത ആ അവിസ്മരണീയമായ സെഞ്ചുറി ഓർമ്മയില്ലേ? ക്രിക്കറ്റിൻ്റെ പരമ്പരാഗത ഷോട്ടുകൾ കൊണ്ടും പ്രകൃതിദത്തമായ ടൈമിംഗ് കൊണ്ടും T20 പോലൊരു ഫസ്റ്റ് ഗെയിമിൽ റൺസ് അടിച്ചുകൂട്ടാമെന്ന് അയാൾ തെളിയിച്ചു. പക്ഷേ T20യുടെ ശൈലി മാറ്റത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ അയാൾക്കായില്ല. ഡൽഹി ക്യാപിറ്റൽസിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലും ഫോം കണ്ടെത്താനാകാതെ വലഞ്ഞു. പവർ പ്ലേകളിൽ പന്ത് കണക്ട് ചെയ്യാൻ പോലും സാധിക്കാതെ ബുദ്ധിമുട്ടിയപ്പോൾ വലിച്ചു പുറത്തിടാൻ മുറവിളികൾ ഉയർന്നു. പക്ഷേ കഥ അവിടെ തീർന്നില്ല. 2023 IPL സീസൺ ചെപ്പോക്കിലെ മഞ്ഞക്കടലിന് മുന്നിൽ രഹാനെ വീണ്ടും അവതരിച്ചു. അതുവരെ കണ്ട രഹാനെയായിരുന്നില്ല അത്. ബോളർമാർ ഞെട്ടിത്തരിച്ച നിമിഷങ്ങൾ. മുംബൈക്കെതിരെ വെറും 27 പന്തിൽ 61 റൺസ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഗാലറികളെ പ്രകമ്പനം കൊള്ളിച്ച സിക്സറുകൾ. 172 സ്ട്രൈക്ക് റേറ്റിൽ ആ സീസണിലുടനീളം രഹാനെ നടത്തിയ കാമിയോകൾ എല്ലാവരുടെയും കണ്ണു തള്ളിച്ചു. 35-ാം വയസ്സിൽ ഒരു കളിക്കാരനെ എങ്ങനെ തൻ്റെ കളിശൈലിയെ തിരുത്തി കുറിക്കാമെന്ന് രഹാനെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. CSKയുടെ 5ാം കിരീട വിജയത്തിൽ ആ തീപ്പൊരി ഇന്നിങ്സുകൾ നിർണായക പങ്കാണ് വഹിച്ചത്. വന്യമായ ആഘോഷങ്ങളില്ലാതെ, അനാവശ്യ വാഗ്വാദങ്ങളില്ലാതെ, മാന്യന്മാരുടെ കളിയിലെ ഏറ്റവും വലിയ മാന്യൻ, നിശബ്ദനായ നായകൻ. താങ്ക് യു അജിങ്ക്യ രഹാനെ.